നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ ഈ ജ്യോതിഷ വീഡിയോ വൃശ്ചിക രാശിക്കാർക്ക് വേണ്ടിയുള്ളതാണ്. 2026 നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന 6 പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. വൃശ്ചിക രാശിക്കാരുടെ ജീവിതത്തിൽ ഈ വർഷം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഗുണകരമാണോ ദോഷകരമാണോ എന്ന് നമുക്ക് നോക്കാം. വർഷത്തിന്റെ തുടക്കം മുതൽ 2026 മെയ് മാസം വരെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസം നേരിട്ടേക്കാം. നിങ്ങളുടെ ജാതക പ്രകാരം വിദ്യയുടെയും ബുദ്ധിയുടെയും സ്ഥാനമായ 5ാം ഭാവത്തിൽ ശനി നിൽക്കുന്നതാണ് ഇതിന് പ്രധാന കാരണം. ശനി കഠിനാധ്വാനത്തിന്റെ ഗ്രഹമാണ്. അതിനാൽ നിങ്ങൾ എത്രത്തോളം കഠിനമായി പരിശ്രമിച്ചാലും അതിനനുസരിച്ചുള്ള മാർക്കോ അംഗീകാരമോ ലഭിക്കുന്നില്ല എന്ന തോന്നൽ ഉണ്ടായേക്കാം. കൂടാതെ അറിവിന്റെ ഗ്രഹമായ വ്യാഴം 8ാം ഭാവത്തിൽ നിൽക്കുന്നതും ഗുണകരമല്ല. ജ്യോതിഷത്തിൽ 8ാം ഭാവം തടസ്സങ്ങളെയും അപ്രതീക്ഷിത ബുദ്ധിമുട്ടുകളെയും സൂചിപ്പിക്കുന്നു. ഈ സമയത്ത് വ്യാഴത്തിന്റെ അനുഗ്രഹം പഠനസ്ഥാനത്ത് ലഭിക്കാത്തതിനാൽ ഏകാഗ്രത കുറയുവാനും പരീക്ഷകളിൽ ചെറിയ തടസ്സങ്ങൾ നേരിടുവാനും സാധ്യതയുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധികളെല്ലാം 2026 ജൂൺ 2 അവസാനിക്കും. അന്നേ ദിവസം വ്യാഴം നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിലേക്ക് മാറുന്നു. ജ്യോതിഷത്തിലെ ഏറ്റവും ശുഭകരമായ ഗ്രഹമാറ്റങ്ങളിൽ ഒന്നാണിത്. 9ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം തന്റെ ശുഭദൃഷ്ടിയിലൂടെ നിങ്ങളുടെ 5ാം ഭാവത്തെയും നിങ്ങളുടെ സ്വന്തം രാശിയെയും അനുഗ്രഹിക്കുന്നു. ഈ രാശിമാറ്റം കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. മെയ് മാസത്തിന് ശേഷം നിങ്ങളുടെ പഠന രീതിയിൽ വലിയ പുരോഗതി ഉണ്ടാകും. കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കുവാനും ഓർത്തെടുക്കുവാനും സാധിക്കും. മത്സര പരീക്ഷകൾ എഴുതുന്നവർക്കും ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്നവർക്കും മികച്ച ഫലങ്ങൾ ലഭിക്കുന്ന സമയമാണിത്. വിദേശത്തോ അല്ലെങ്കിൽ മികച്ച സർവകലാശാലകളിലോ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കാലയളവിൽ ആഗ്രഹിച്ച ഫലം ലഭിക്കും. പഠനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന മാനസിക സമ്മർദ്ദങ്ങൾ മാറി ആത്മവിശ്വാസം വർദ്ധിക്കും. ചുരുക്കത്തിൽ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ തളരാതെ കഠിനാധ്വാനം ചെയ്താൽ ജൂൺ മാസത്തിന് ശേഷം അതിന്റെ ഇരട്ടി മധുരമുള്ള ഫലങ്ങൾ നിങ്ങളെ തേടിയെത്തും. വൃശ്ചിക രാശിക്കാരുടെ കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ച് പുതിയൊരു കുഞ്ഞിനെ പ്രതീക്ഷിക്കുന്നവർക്ക് 2026 വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. വർഷങ്ങളായി കുഞ്ഞുങ്ങൾക്കായി കാത്തിരിക്കുന്ന ദമ്പതികൾക്ക് ഈ വർഷം അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. നിലവിൽ ശനി നിങ്ങളുടെ 5ാം ഭാവത്തിൽ, അതായത് സന്താന ഭാവത്തിലാണ് നിൽക്കുന്നത്. സാധാരണയായി ശനി ഒരു ഭാവത്തിൽ നിൽക്കുമ്പോൾ ആ കാര്യത്തെക്കുറിച്ച് നമ്മളെ ഗൗരവമായി ചിന്തിപ്പിക്കും. ഒരു കുഞ്ഞു വേണമെന്ന ശക്തമായ ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ വരാൻ കാരണം ഈ ശനിയുടെ സ്ഥാനമാണ്. ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ശനി നിങ്ങളെ ബോധവാന്മാരാക്കും. സന്താനഭാഗ്യത്തിന്റെ കാരകനായ അല്ലെങ്കിൽ അധിപനായ വ്യാഴം ഈ വർഷം നിങ്ങൾക്ക് അനുകൂലമായ സ്ഥാനത്താണ് വരുന്നത്. ജൂൺ മാസത്തോടെ വ്യാഴം മാറുന്നതോടെ തടസ്സങ്ങൾ നീങ്ങുകയും പോസിറ്റീവായ ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും. വ്യാഴത്തിന്റെ അനുഗ്രഹം കൂടെയുള്ളതുകൊണ്ട് ഈ സമയത്തെ ശ്രമങ്ങൾ വിജയിക്കാൻ സാധ്യത കൂടുതലാണ്. ഈ പ്രവചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വർഷത്തെ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതാണ്. 2026 ഇതിനായി ശ്രമം നടത്തിയിട്ടില്ലെങ്കിൽ പിന്നീട് കുഞ്ഞുങ്ങളുണ്ടാകുന്ന കാര്യത്തിൽ കൂടുതൽ തടസ്സങ്ങളോ കാലതാമസമോ നേരിടാൻ സാധ്യതയുണ്ട്. ഗ്രഹനിലകൾ ഇപ്പോൾ അനുകൂലമായതുകൊണ്ട് ഈ സമയം തന്നെ അതിനായി തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം. ചുരുക്കത്തിൽ കുടുംബത്തിൽ ഒരു കുഞ്ഞ് വേണമെന്ന ആഗ്രഹമുള്ള വൃശ്ചിക രാശിക്കാർക്ക് ദൈവാധീനമുള്ള വർഷമാണിത്. മെയ് ജൂൺ മാസങ്ങൾക്ക് ശേഷം ഇതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. 2026 വൃശ്ചിക രാശിക്കാർ തങ്ങളുടെ സ്വത്തുക്കളും വാഹനങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ജാതകപ്രകാരം രാഹു നിൽക്കുന്നത് 4ാം ഭാവത്തിലാണ്. ജ്യോതിഷത്തിൽ 4ാം ഭാവം എന്നത് സ്വന്തം വീട്, ഭൂമി, സുഖസൗകര്യങ്ങൾ, അമ്മ എന്നിവയെ സൂചിപ്പിക്കുന്നു. ഈ ഭാവത്തിൽ രാഹു നിൽക്കുന്നത് പലപ്പോഴും അനാവശ്യമായ തർക്കങ്ങൾക്ക് കാരണമാകും. നിങ്ങളുടെ വീട്, സ്ഥലം, കച്ചവട സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വാഹനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളോ വാക്കുതർക്കങ്ങളോ ഉണ്ടായേക്കാം. വസ്തു ഇടപാടുകൾ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധ വേണ്ട സമയമാണ്. ഈ വർഷം ഫെബ്രുവരി മാസം മുതൽ
ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയുള്ള കാലയളവിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത്. ഈ സമയത്ത് വലിയ വാക്കുതർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ നിയന്ത്രണം വേണം. കോടതി കേസുകളോ നിയമപരമായ പ്രശ്നങ്ങളോ ഉള്ളവർ ഈ സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കണം. പുതിയ വാഹനങ്ങൾ വാങ്ങാനോ വസ്തു വിൽക്കുവാനോ വാങ്ങുവാനോ ഉദ്ദേശിക്കുന്നവർ ഈ സമയത്ത് രേഖകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണം. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്നത് നഷ്ടങ്ങൾക്ക് കാരണമായേക്കാം. വാഹനം ഓടിക്കുമ്പോഴും പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. 4-ാം ഭാവം അമ്മയെ കൂടി സൂചിപ്പിക്കുന്നതിനാൽ അമ്മയുടെ ആരോഗ്യത്തിൽ ഈ വർഷം പ്രത്യേക കരുതൽ വേണം. വലിയ അസുഖങ്ങളല്ലെങ്കിലും സന്ധിവേദന, കാലുകൾക്ക് വേദന അല്ലെങ്കിൽ അസ്ഥികളുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ അമ്മയെ ബുദ്ധിമുട്ടിച്ചേക്കാം. അമ്മയുടെ ആരോഗ്യം ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് നല്ലതാണ്. ചുരുക്കത്തിൽ വീട്, വണ്ടി, വസ്തു എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു കണ്ണ് എപ്പോഴും വേണം. പ്രത്യേകിച്ച് വർഷത്തിന്റെ പകുതി വരെ തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ ശ്രമിക്കണം. 2026 വൃശ്ചിക രാശിക്കാരുടെ വിവാഹ കാര്യങ്ങളിലും കുടുംബജീവിതത്തിലും ശനിയുടെ സ്വാധീനം പ്രകടമായിരിക്കും. നിങ്ങളുടെ ജാതകത്തിലെ വിവാഹ സ്ഥാനമായ 7-ാം ഭാവത്തിൽ ശനിയുടെ ദൃഷ്ടി പതിക്കുന്നുണ്ട്. ഇതിന്റെ ഫലമായി വിവാഹാലോചനകൾ സജീവമായി നടക്കുമെങ്കിലും ചില തടസ്സങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടായേക്കാം. ആലോചനകൾ പെട്ടെന്ന് തീരുമാനമാകാതെ നീണ്ടുപോയെന്നും വരാം. എന്നാൽ വർഷത്തിന്റെ പകുതിക്ക് ശേഷം, അതായത് മെയ്, ജൂൺ മുതൽ നവംബർ, ഡിസംബർ വരെയുള്ള കാലയളവ് വിവാഹത്തിന് ഏറ്റവും അനുകൂലമാണ്. ഈ സമയത്ത് വിവാഹം നടക്കാനോ അല്ലെങ്കിൽ വിവാഹം ഉറപ്പിക്കാനോ ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതിനോടകം വിവാഹിതരായവർക്ക് ഈ വർഷം പങ്കാളിയുമായുള്ള ബന്ധത്തിൽ അല്പം ക്ഷമ ആവശ്യമാണ്. ശനിയുടെ സ്വാധീനം മൂലം നിങ്ങളുടെ പങ്കാളി ചില കാര്യങ്ങളിൽ അമിതമായ നിർബന്ധ ബുദ്ധി കാണിച്ചേക്കാം. പങ്കാളി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യങ്ങളിൽ നിങ്ങൾ സ്വയം നിയന്ത്രിക്കുകയും ശാന്തത പാലിക്കുകയും ചെയ്യുന്നത് കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ സഹായിക്കും. നിങ്ങളുടെ സംസാരത്തിന്റെ ഭാവമായ 2-ാം ഭാവത്തിലും ശനിയുടെ ദൃഷ്ടിയുള്ളതിനാൽ പറയുന്ന വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം. ദേഷ്യത്തിലോ അശ്രദ്ധയിലോ പറയുന്ന വാക്കുകൾ ബന്ധങ്ങളെ മോശമായി ബാധിച്ചേക്കാം. അതുകൊണ്ട് കുടുംബാംഗങ്ങളോടും പങ്കാളിയോടും സംസാരിക്കുമ്പോൾ പക്വത കാണിക്കണം. 2026 പ്രവചനങ്ങളിൽ വൃശ്ചിക രാശിക്കാർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നതും പോസിറ്റീവുമായ ഭാഗമാണിത്. നിങ്ങളുടെ കരിയറിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. സംഖ്യാശാസ്ത്രപ്രകാരം 2026 എന്ന വർഷത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ഈ വർഷത്തിന്റെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് ലഭിക്കുന്നത് 1 എന്ന സംഖ്യയാണ്. സംഖ്യാശാസ്ത്രത്തിൽ 1 എന്നത് സൂര്യന്റെ സംഖ്യയായാണ് കണക്കാക്കപ്പെടുന്നത്. സൂര്യൻ അധികാരത്തിന്റെയും വിജയത്തിന്റെയും പ്രകാശത്തിന്റെയും പ്രതീകമാണ്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിലിനെ സൂചിപ്പിക്കുന്ന 10-ാം ഭാവത്തിന്റെ അധിപൻ സൂര്യനാണ്. 2026 സൂര്യന്റെ വർഷമായതിനാൽ നിങ്ങളുടെ കരിയറിനെ ഭരിക്കുന്ന ഗ്രഹം ഈ വർഷം കൂടുതൽ ശക്തനാകുന്നു. ഇതിന്റെ ഫലമായി ജോലിയിൽ വലിയ നേട്ടങ്ങളും അംഗീകാരങ്ങളും നിങ്ങളെ തേടിയെത്തും. ജോലിയിൽ വലിയ ഉത്തരവാദിത്തങ്ങളും ഉന്നത സ്ഥാനങ്ങളും ലഭിക്കും. സമൂഹത്തിലും ജോലിസ്ഥലത്തും വലിയ ബഹുമാനം ലഭിക്കും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ ലാഭവും പ്രശസ്തിയും ലഭിക്കാൻ സാധ്യതയുണ്ട്. വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുമെങ്കിലും 2026 ജൂൺ മാസത്തിന് ശേഷമാണ് ഭാഗ്യം നിങ്ങളെ പൂർണ്ണമായും തുണക്കുന്നത്. ഈ സമയത്ത് തടസ്സങ്ങളെല്ലാം നീങ്ങുകയും കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടക്കുകയും ചെയ്യും. കഴിഞ്ഞ കുറെ കാലങ്ങളായി നല്ലൊരു ജോലിക്കായോ അല്ലെങ്കിൽ കരിയറിൽ ഒരു നിലനിൽപ്പിനായോ കഷ്ടപ്പെടുന്നവർക്ക് ഈ വർഷം ഒരു വലിയ ആശ്വാസമായിരിക്കും. ലക്ഷ്യമില്ലാതെ അലഞ്ഞു തിരിഞ്ഞിരുന്ന അവസ്ഥ മാറി നിങ്ങൾ കൃത്യമായ ഒരു ലക്ഷ്യസ്ഥാനത്തെത്തും. ജീവിതത്തിൽ മുന്നോട്ടു പോകുവാനുള്ള ഒരു പുതിയ വഴി ഈ വർഷം നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരും. ചുരുക്കത്തിൽ വൃശ്ചിക രാശിക്കാർക്ക് 2026 അവരുടെ കരിയറിലെ ഒരു സുവർണ വർഷമായിരിക്കും. ഈ വർഷം നിങ്ങളുടെ സ്വഭാവത്തിൽ പോസിറ്റീവായ ഒരു മാറ്റം പ്രതീക്ഷിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകളെക്കുറിച്ച് നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കും. ഇത് ഞാൻ ചെയ്ത തെറ്റായിരുന്നു, ഇതിനി ആവർത്തിക്കില്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവുകയും അത് തിരുത്തി മുന്നോട്ടു പോകാൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യും. ഈ സ്വയം തിരിച്ചറിവ്
നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പുരോഗതി കൊണ്ടുവരും. ഉപരിപഠനത്തിനായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് 2026 സുവർണാവസരമാണ്. പ്രിയപ്പെട്ട വിഷയങ്ങളിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായിരിക്കും. വിദേശത്തോ അല്ലെങ്കിൽ മികച്ച കോളേജുകളിലോ അഡ്മിഷൻ നേടാൻ ശ്രമിക്കുന്നവർക്ക് വിജയ സാധ്യത കൂടുതലാണ്. പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും പുലർത്താൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ സർക്കാർ ജോലി ലക്ഷ്യമിട്ട് കഠിനാധ്വാനം ചെയ്യുന്നവരാണെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. PSC അല്ലെങ്കിൽ മറ്റ് സർക്കാർ മത്സര പരീക്ഷകൾ എഴുതുന്നവർക്ക് ഇത് വളരെ അനുകൂലമായ സമയമാണ്. പരീക്ഷകളിൽ വിജയിക്കുവാനും ജോലിയിൽ പ്രവേശിക്കുവാനുള്ള സാധ്യതകൾ ഈ വർഷം വളരെ കൂടുതലാണ്. സർക്കാർ മേഖലയിൽ ഇതിനകം ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റമോ മേലുദ്യോഗസ്ഥരുടെ പ്രശംസയോ ലഭിക്കാൻ ഈ സൂര്യവർഷം സഹായിക്കും. നിങ്ങളുടെ തെറ്റുകൾ തിരുത്തി കൂടുതൽ പക്വതയോടെ മുന്നേറുന്ന ഒരു വർഷമായിരിക്കും ഇത്. വിദ്യാഭ്യാസത്തിലും സർക്കാർ കാര്യങ്ങളിലും സൂര്യന്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർണ്ണമായും ലഭിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ജ്യോതിഷ കാര്യങ്ങൾ അറിയാൻ ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഹരി ഓം.